കാര്യം അങ്ങനെ എനിക്ക് ഹാർട്ട് സംബന്ധമായ വിഷയം എനിക്കും ഉള്ളതാണ്. പക്ഷെ ഞാനിപ്പോൾ അതിനകത്ത് വലിയതായിട്ട് കാണുന്നില്ല. ഈ രണ്ടുപേരെ നോക്കേണ്ടടുത്ത് ഞാനിതും കൂടെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോവുക. ഇപ്പം പ്രശ്നമില്ലാതൊക്കെ അങ്ങ് പോകുന്നു. വളരെ പ്രശ്നം ഭയങ്കര വിമർശനം. പിന്നെ ഉടനെ ഒരു ആംബുലൻസിനെ വിളിച്ച് മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ 4 ദിവസം. പ്രിയ സ്നേഹിതരെ, ഇടുക്കി ജില്ലയിൽ കാഞ്ചാർ പഞ്ചായത്തിൽ മുരിക്കാട്ടുകുടിക്കരയിൽ ആറ്റുകുഴിയിൽ ജോൺ ജോസഫിൻ്റെയും ആലീസ് ജോണിൻ്റെയും 3 മക്കളിൽ ഇളയ മകനായ ജോജി ജോണിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത്. വളരെ സങ്കടകരമാകുന്ന ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന ഈ ഒരു കുടുംബത്തെ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ സഹായിക്കണം. ഈ 35 വയസ്സുള്ള ചെറുപ്പക്കാരൻ വിവാഹിതനല്ല. അദ്ദേഹം കഴിഞ്ഞ 4 വർഷമായി 2 കിഡ്നിയും കംപ്ലൈൻ്റായി വളരെ പരിതാപകരമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. വളരെ ചികിത്സാ ചെലവ് ആവശ്യമാണ്. തൻ്റെ അച്ഛനും അമ്മയുമായിരുന്നു ഇതുവരെയും നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ അവസാന നിമിഷത്തിൽ തൻ്റെ അമ്മയും ഒരു രോഗിയായി ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഒരു സങ്കടകരമാകുന്ന അവസ്ഥയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മാക്സിമം ആളുകളിൽ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുക കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ. ഈ ജോജിക്ക് എത്ര വയസ്സായി? 34 വയസ്സ് കഴിഞ്ഞ് 35ാമത്തെ വയസ്സ്. അപ്പോൾ ഈ കിഡ്നിക്ക് ഇങ്ങനെ ഒരു കൃഷി ഉണ്ടെന്ന് എത്ര വർഷമായി? നമ്മൾ 2020 ഇങ്ങനെ ക്രിയാറ്റിൻ്റെ അളവ് ചെറിയ തോതിലുണ്ടായിരുന്നുണ്ട്. അതിന് അന്ന് തൊട്ടേ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അന്ന് തൊട്ടേ മെഡിക്കൽ കോളേജിൽ നമ്മൾ പോവുകയും മരുന്ന് മേടിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഇരുന്ന് 2024 മാസത്തിൽ 1 പ്രാവശ്യം വെച്ച് മെഡിക്കൽ കോളേജിൽ പോകുമായിരുന്നു. അപ്പം 10 പനിയ ഇതുപോലെ ടെസ്റ്റ് എല്ലാം ചെയ്ത് അവിടെ കൊണ്ടായിരുന്നു ചെയ്തിരുന്നത്. 2024 ആയപ്പോഴത്തേനും ഇവന് പെട്ടെന്ന് ഈ BP കൂടി വിഷയമായി. ഇങ്ങനെ എന്ത് കഴിഞ്ഞപ്പോഴത്തേനുമാണ് പിന്നെ ഇത് BP കുറയാതെ വന്നു. അകപ്പാടെ പ്രശ്നമായി. എപ്പോഴാണ് പറയുന്നത് കിഡ്നിക്ക് ട്രബിളാണ്, അതുകൊണ്ട് നമ്മളിപ്പോൾ ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 വർഷമായി. ആഴ്ചയിൽ ഇപ്പം ഞങ്ങൾ 2 ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് ഈ കഴിഞ്ഞ ദിവസം അവന് പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടായി. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ വരുമല്ലോ. ഈ പൊട്ടാസ്യം കൂടുക കാര്യങ്ങളെല്ലാം എപ്പോഴും മിക്കവാറും ടെസ്റ്റെല്ലാം ചെയ്യണം. അങ്ങനെ പൊട്ടാസ്യം കൂടിയതിൻ്റെ പേരിൽ നമ്മൾ കഴിഞ്ഞ 28-ാം തീയതിയാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ മാസം ജൂലൈ ഇല്ലേ, ജൂലൈ 20 ചെന്നു. BPയും കൂടി ആകെപ്പാടെ പ്രശ്നം ഭയങ്കര വിമർശനം. പിന്നെ ഉടനെ ഒരു ആംബുലൻസിനെ വിളിച്ച് മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ 4 ദിവസം അവിടെ കിടക്കേണ്ടതായിട്ട് വന്നു. കിടന്നെല്ലാം കുറവായിട്ട് വന്നതാണ്. കൂടുതൽ നമ്മൾ ചികിത്സ ചെയ്യുന്ന ഈ സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ തന്നെയല്ലേ? ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. അല്ല, നമുക്ക് വേറെ എങ്ങും കിട്ടുന്നില്ലല്ലോ. ഇപ്പം സർക്കാരിലുണ്ടെന്ന് പറയാൻ 20 ഏക്കറിലേ ഉള്ളൂ. 20 ഏക്കറിലൊക്കെ ഇങ്ങനെ ക്യൂ ആളുകൾ. നമുക്ക് ഈ ഒരു വിഷയമായതുകൊണ്ട് അവിടെ ചെന്ന് പ്രസവം ചെയ്യിക്കാനൊന്നും പറ്റത്തില്ല. എങ്കിലും ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരും പറഞ്ഞ് നമ്മളെങ്ങനെ എല്ലാം ഒരേ രോഗികളല്ലേ, അപ്പം നമ്മളതിനെ ഇടയ്ക്ക് നിന്ന് എങ്ങനെ ഒരാളെ കയറ്റി വിടുന്നെന്നുള്ള രീതിക്ക് പറയുന്നത് ഇവിടെ വന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കഴിഞ്ഞ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ചെന്നപ്പം 2 ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവർ പറഞ്ഞ് ബുദ്ധിമുട്ടൊക്കെ വന്നാൽ വേറെ ഒന്നും കൂടെ ചെയ്യണമെന്ന്. അപ്പോൾ ആഴ്ച 3 ചെയ്യണം. അപ്പോൾ ഈ 3 ചെയ്യുന്നത് നമ്മുടെ സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ അല്ലേ? സെന്റ് ജോൺസിലായി. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ജോലിക്ക് പോകാതായിട്ട് എത്ര വർഷം? ഇപ്പോൾ ഇവന് ബുദ്ധിമുട്ടൊക്കെ വന്നാൽ പിന്നെ 3 വർഷമായിട്ട് ഒരു പണിക്കും പോകാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുക വരിക. പിന്നെ അതുപോലെ തന്നെ അവിടെ ബുദ്ധിമുട്ടുകളും വൈഫിൻ്റെ പ്രശ്നമെല്ലാം ആയിക്കൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റുന്നില്ല. പിന്നെ അവൻ്റെ 2 സഹോദരന്മാർ അവർ സാധാ കൂലിപ്പണിക്ക് അവരൊക്കെ സാധാരണ പണിയെന്ന് പറഞ്ഞാൽ ഈ പെയിൻറ്റിങ്ങിനൊക്കെ പോവാം. ആർക്കും വേറെ പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നുമില്ല. എങ്കിലും അവർക്ക് പറ്റുന്നവരൊക്കെ നമ്മൾ സഹകരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു ലിമിറ്റ് ഉണ്ടല്ലോ. വേറെ ഈ അവസാന നിമിഷത്തിൽ പിന്നെ ജോജിയുടെ അമ്മയ്ക്കും കൂടെ ഒരു അസുഖം വന്നല്ലേ? അതെ, അങ്ങനെ വന്നു. അതല്ലേ ഇപ്പം വന്നു. ഇപ്പോൾ 2-3 പ്രാവശ്യമായിരുന്നു. അമ്മയ്ക്ക് തന്നെ അസുഖം നേരത്തെ ഉണ്ടായിരുന്നു. നമുക്ക് പ്രശ്നമേ ഈ വാൽവിൻ്റെ ചെറിയ കംപ്ലൈൻറ്റാണ്. പ്രത്യേകം ഇച്ചിരി കഷ്ടപ്പാടും പ്രയാസമൊക്കെ കൂടി കഴിയുമ്പോഴത്തേനും പിന്നെ ഹൃദയത്തിന് ഇടുപ്പെല്ലാം കൂടി പിന്നെ അതിൽ ICU പോകാനേ പറ്റുള്ളൂ. ഇവിടെ ഇപ്പം തന്നെ ഇത് 2ാമത്തെ പ്രാവശ്യം ഇവിടെ വന്നു. ഈ അടുത്തിടെ തന്നെ അതിന് ചെറിയൊരു ചുരുക്കമുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പം നിലവിൽ ICUലായിരുന്നല്ലേ? ICUലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. ഇന്നിപ്പം വാർഡിലേക്ക് ഇപ്പോൾ തൽക്കാലം മാറ്റിയതാ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ. പിന്നെ എൻ്റെ കാര്യം അങ്ങനെ എനിക്ക് ഹാർട്ട് സംബന്ധമായ വിഷയം എനിക്കും ഉള്ളതാണ്. പക്ഷെ ഞാനിപ്പോൾ അതിനകത്ത് വലിയതായിട്ട് കാണുന്നില്ല. ഈ 2 നോക്കേണ്ടടുത്ത് ഞാനിതും കൂടെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോവുക. ഇപ്പം പ്രശ്നമില്ലാതൊക്കെ അങ്ങ് പോകുന്നു. എല്ലാത്തിനും വഴി ഒരുക്കുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ നടക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നമ്മളും കടന്നു പോയാൽ എന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെയെല്ലാം പ്രശ്നങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. പിന്നെ ദൈവം എല്ലാം ഇങ്ങനെ നടത്തുന്നു. അയാൾ എന്നാ പറയുന്നേ, കൂടുതലായിട്ടൊന്നും പറയാനില്ല.
ആ പിതാവിൻ്റെ അവസാന വാക്കിലുണ്ട് എല്ലാം. തന്നാൽ കഴിയുന്നതൊക്കെ തൻ്റെ മകന് വേണ്ടിയും തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയും ചെയ്ത് ഇനി തനിക്കൊന്നും ചെയ്യുവാനില്ല. താൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. 4 വർഷമായി താൻ ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല. തൻ്റെ ഭാര്യയും തൻ്റെ മകനെയും മാത്രം ആശുപത്രിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പിതാവിന് എത്രത്തോളം പിടിച്ചു നിൽക്കാനാകും? സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ഈ കുടുംബത്തെ രക്ഷിക്കുവാൻ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ആളുകളിൽ എത്തിക്കുകയും അതിനോടൊപ്പം ആ കുടുംബത്തെ കരകയറ്റുവാൻ നിങ്ങളാൽ കഴിയുന്ന ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ ചെയ്താൽ ദൈവം തീർച്ചയായും ആ കുടുംബത്തെയും നിങ്ങളെയും അനുഗ്രഹിക്കുമെന്ന ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണോ. അപ്പോൾ നിങ്ങളുടെ വലിയൊരു സഹായം പ്രതീക്ഷിക്കുന്നു.